ഇന്ന് നമുക്ക് കുർത്തിക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് പിൻട്രസ്റ്റിൽ കണ്ട ഒരു നെക്ക് ഡിസൈനാണ്. എല്ലാവർക്കും മിനീസ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. നെക്കിൽ വെക്കാൻ ഉപയോഗിക്കുന്ന ക്യാൻവാസാണ് ഇത്. ഇത് 8 ഇഞ്ച് വീതിയിലും 15 ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് കഴുത്തകലം എത്രയാണോ അത് ഞാനിവിടെ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. താഴേക്ക് 14 ഇഞ്ച് നീളത്തിലും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 5 ഇഞ്ച് കഴുത്തിറക്കമാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇതുപോലെ മറുഭാഗത്തും 5 ഇഞ്ച് അടയാളപ്പെടുത്തി 2 സൈഡിലും 5 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി അത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചൊരു ബോക്സാക്കി വരച്ചെടുക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളയാതെ തന്നെ ഇത് വരഞ്ഞെടുക്കുവാൻ സാധിക്കും. മുകളിൽ ഇങ്ങനെയും ഒരു വര വരച്ചെടുക്കേണ്ടതാണ്. കഴുത്തിറക്കം മാർക്ക് ചെയ്തവിടെ 1 ഇഞ്ച് വീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തുക. അതിന് താഴെ 3 ഇഞ്ച് 3 ഇഞ്ചിലായിട്ട് 2 മാർക്കിംഗ് ചെയ്യേണ്ടതാണ്. താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്തവിടെ 1 ഇഞ്ച് വീതിക്ക് ഒരു മാർക്ക് ചെയ്യുക. അതിന് താഴെ 3/4 ഇഞ്ച് വീതിയിലും ഒരു മാർക്ക് ചെയ്യേണ്ടതാണ്. എന്നിട്ട് 1 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നെക്കിന് ഷേപ്പ് കൊടുക്കാം. ഞാനിവിടെ യു ഷേപ്പാണ് കൊടുക്കുന്നത്. ആ ലൈനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു മാർക്കിംഗ് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് വരച്ച് വരുമ്പോൾ മനസ്സിലാകും. എന്നിട്ട് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ 2 ഡോട്ടും തമ്മിൽ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഈ ഫ്രഞ്ച് കർവും സെറ്റ് സ്ക്വയറും ഒക്കെ വളരെ കുറഞ്ഞ വിലയേ ഉള്ളൂ. ഇതൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്ക് വളരെ ഫിനിഷിങ്ങോട് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. 3/4 ഇഞ്ച് വീതിയിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ 3/4 ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തി ഇത് വരഞ്ഞെടുക്കുക. നെക്കിൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഒന്നുകൂടി കുഴിച്ച് വെട്ടാനാണ്. അപ്പോൾ കളറ് മാറി പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ വ്യത്യാസം അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടത് പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നീങ്ങിപ്പോകാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മുഴുവൻ കട്ട് ചെയ്യരുത്. ഒരു ലൈൻ മുകളിൽ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈനിലൂടെ ഇത് കട്ട് ചെയ്ത് എടുക്കുക. മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മോൾ ഭാഗത്ത് വീതിയിൽ വ്യത്യാസം വരും, നമ്മൾ തുണിയിൽ ഇത് പേസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ട് മുഴുവൻ കട്ട് ചെയ്യാതെ ഇങ്ങനെയാണിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് തുണിയിൽ വെച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിൽ അയൺ ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് മുകളിലൊരു തുണി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് അയൺ ചെയ്ത് അതിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിൽ ഒട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഒന്നുകൂടി നന്നായിട്ട് ഒട്ടിക്കണം. അതിന് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഈ തുണിക്ക് താങ്ങാവുന്നത്ര ചൂടിൽ, മാക്സിമം ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. എന്നാലേ ഇത് ശരിക്കും ഒട്ടിക്കിട്ടുള്ളൂ. എന്നിട്ടൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് മടക്കി വെച്ചിട്ടിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക. ഈ വളവൊക്കെ വരുന്ന സമയത്ത് കുറച്ച് വെട്ടി കൊടുക്കുക. അപ്പോൾ ഇത് അവിടെ ശരിക്കും മടങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് അങ്ങനെ അയൺ ചെയ്തെടുക്കാനൊന്നും ഒരു മടിയും കാണിക്കരുത്. അയൺ ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഫിനിഷിലിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കറക്റ്റായിട്ടത് മടക്കിയെടുത്തിട്ട് നടുഭാഗത്തിലൊരു മാർക്കിട്ട് കൊടുക്കുക. ഇത് ക്യാൻവാസിൻ്റെ അരികിൽ കൂടി തയ്ച്ചെടുക്കണം. നമ്മളിത് മറിച്ചിട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് കാണില്ല. അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് റെഡ് നൂലിട്ടിട്ട് ആദ്യം ആ ക്യാൻവാസിൻ്റെ അരികിലൊരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തയ്ച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് എന്ന് നോക്കാം. ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുത്ത് അതിൻ്റെ നടുഭാഗത്തായി ഒന്നിതുപോലെ വരച്ചെടുക്കുക. ലൈനിങ്ങിൻ്റെ പീസിലും ഇതേപോലെ തന്നെ നടുഭാഗം മാർക്ക് ചെയ്ത് വരഞ്ഞെടുക്കണം.
എന്നിട്ട് ആദ്യം ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് നല്ല ഭാഗം മുകളിൽ വരത്തക്കവണ്ണം ഇത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ്ങും ശരിക്കും നടുഭാഗത്തായി വെച്ച് കൊടുത്തിട്ട് ഈ ക്യാൻവാസും അതുപോലെ തന്നെ സെൻറ്ററിൽ വയ്ക്കുക. ആദ്യം ചുരിദാറിൻ്റെ നല്ല ഭാഗം, ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം, പിന്നെ ലൈനിങ്, പിന്നെ ക്യാൻവാസ് മറിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നന്നായിട്ട് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് വേണം ഈ സൈഡിൽ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ തന്നെ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. വളഞ്ഞ ഭാഗത്ത് മാത്രം ഇട്ടാൽ മതി. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ സ്റ്റിച്ച് കട്ടായി പോകരുത്. ഇനി ഇത് മറിച്ചെടുക്കാം. ഇങ്ങനെ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ ഇത് പുറത്തേക്ക് കാണില്ല. ക്യാൻവാസ് ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും ഉള്ളിലാണ് ക്യാൻവാസ് ഉണ്ടാവുക. അപ്പോൾ നല്ല വൃത്തിയായിരിക്കും സ്റ്റിച്ചിങ്. ആ വരച്ച ഷേപ്പൊക്കെ ശരിയാക്കി എടുത്തതിന് ശേഷം ഇത് ഒന്നുകൂടി ഇത് നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കണം. ഈ ക്യാൻവാസ് ലൈനിങ്ങിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് ക്യാൻവാസിൻ്റെ ആ കളറ് പുറത്തേക്ക് കാണില്ല. ഇത് കോട്ടൺ തുണിയാണ്, അല്ലെങ്കിലും പുറത്തേക്ക് കാണില്ല. പക്ഷേ സിൽക്ക് തുണിയൊക്കെയാണ് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് ഭംഗിയായിരിക്കും. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലേസ് ഇതിൻ്റെ അരികിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 5.5 ഇഞ്ച് വീതിയും 19 ഇഞ്ച് നീളത്തിൽ ഒരു ക്യാൻവാസിൻ്റെ പീസ് കൂടി കട്ട് ചെയ്തെടുക്കുക. ഇത് തുണിയിൽ വെച്ച് നമുക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. നെക്കിൽ വെച്ചതിനേക്കാളും കട്ടി കുറഞ്ഞ ക്യാൻവാസാണ് ഇത്. ക്യാൻവാസ് പലതരത്തിൽ വരുന്നുണ്ട്. എത്ര ഇറക്കത്തിലാണോ കഴുത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പീസ് ഇങ്ങനെ 2ആയി മടക്കി കഴുത്തിൻ്റെ അവിടെ വെച്ച് തയ്ച്ചെടുക്കാം. ക്യാൻവാസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം കട്ടി കുറഞ്ഞ ക്യാൻവാസ്, ഇപ്പം ഞാൻ എടുത്ത ക്യാൻവാസ് നെക്കിൽ വെക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാതെ അത് മേടിച്ചിട്ട് വന്നതാണ്. നെക്കിൽ വെക്കാനുള്ള ക്യാൻവാസ് ചോദിച്ചപ്പോൾ അവർ തന്നത് ഇതാണ്. കൊണ്ടുവന്നപ്പോഴാണ് എനിക്കതിൻ്റെ തിക്നെസ് മനസ്സിലായത്. കൂടുതൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.